വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്ക് എന്താ പരിപാടി സോഹി? ഇന്ന് ഫുഡ് ഉണ്ടാക്കണം. അതിന് മുന്നേ സോഹിന്റെ ഈ ഒരു മുടി ഉണ്ടല്ലോ, കണ്ണിലേക്ക് ഇറങ്ങിയ മുടി ഇന്ന് മമ്മ വെട്ടാൻ പോവാല്ലേ? അവിടെ മാത്രം നമുക്ക് മുടി വെട്ടണം ഭയങ്കര പ്രശ്നം കേട്ടോ. വെട്ടല്ലേ നമുക്ക് മുടി? ഇന്നെന്താ പരിപാടി? എന്നിട്ട് സൂഹി കുളിക്കും, പിന്നെ സൂഹിക്ക് ഫുഡ് കഴിക്കണം അല്ലേ? നമുക്കിനി മുടി വെട്ടല്ലേ? നമുക്ക് ആദ്യം തന്നെ അല്ലേ സൂഹിന്റെ മുടി ഒന്ന് പാർട്ടീഷൻ ചെയ്യട്ടോ. അതിനിതാ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാനന്ന് ബ്യൂട്ടീഷ്യൻ വിത്ത് കോസ്മെറ്റോളജി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതാണ് കത്രിക. ഈ ഇതുകൊണ്ടാണ് നമ്മളെ മുടി വെട്ടേണ്ടത്. വേറെ ഒരു കത്രിക എടുക്കരുത്, ഈ കത്രികയാണ് ഏറ്റവും നല്ലത്. പിന്നെതാ മുടി നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇല്ല കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുടിൻ്റെ കെട്ടൊക്കെ ഇറക്കട്ടെ. ഇതെന്താ ക്ലിപ്പേ? ഇത് ഇതിന്റെ പേരെന്താ? പേരെന്താ? നമുക്ക് ഇതിൻ്റെ എവിടുന്നാണോ മുടി വെട്ടണ്ടേ ആ ഭാഗം ഒന്ന് എടുക്കട്ടോ. നല്ല പേരുണ്ട്. അമ്മ സെറ്റ് ചെയ്തത് ഞാൻ ഭൂതാണ്. ഭൂതം. അപ്പോൾ മുടി ഞാൻ ഇതൊക്കെ പാകമാണ് വെട്ടണ്ടേ എന്നുള്ളത് കറക്റ്റ് ഉണ്ടോ. ഇത്രയും ഭാഗങ്ങൾ ഞാൻ പോവാനുള്ളതാ. അപ്പം ഈ മുടിയൊന്ന് നമുക്ക് ബാക്ക് പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. സോറി, ക്ലിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ സെൻറ്ററിൽ നിന്ന് ശരിക്കും നമ്മളൊന്ന് മുടി ജസ്റ്റ് ഒന്ന് സ്പ്രേ കൊടുക്കും. സ്പ്രേ കൊടുത്താൽ മുടി കുറച്ച് നനവുണ്ടാവല്ലോ, അപ്പോൾ പെട്ടെന്ന് മുടി നല്ല വെട്ടാനൊക്കെ സുഖം കേട്ടോ. സ്പ്രേൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, ഇഷ്ടമല്ല, കാണാണ്ട് പോയ സാധനമല്ല തിരഞ്ഞു നോക്കണത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ഭാഗം കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. കത്രിക എപ്പോഴും പിടിക്കുമ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെയായിട്ട് പിടിക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഫിംഗർ ഇതിൽ വെക്കുക, ഇതിന് ഒരു ടെയിലുണ്ട്, ആ ടെയിലിൻ്റെ അവിടെ ഇവിടെയും വെക്കുക. ഇങ്ങനെയാണ് കത്രിക പിടിക്കേണ്ടത്. ചിരിക്കാൻ പാടില്ല. ഇനി അതിൽ നിന്നൊരു എന്ത് ചെയ്യാം, കറക്റ്റ് ഇതിൽ നിന്നൊരു ഭാഗം അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അതേ സെയിം ലെങ്ത്തിൽ തന്നെ നമുക്ക് വെട്ടി കൊടുക്കാം കേട്ടോ. കൊടുക്കും മുടിനൊക്കെ ശരിയാക്കും. നേർക്ക് നിൽക്ക്, അങ്ങനെ നിൽക്ക്, തലവല്ലാത്താത്തല്ലേ. ഏകദേശം ഇവിടെ തെറ്റായിട്ടുണ്ട്. ഇവിടെ ഈ സൈഡും സെറ്റ് ചെയ്യട്ടോ. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ഭാഗമാണെന്ന് നോക്കിയിട്ട് കുറച്ചടുത്തേക്ക് പോകുന്നേ.
ഇഷ്ടമായോ? ഇഷ്ടായി. ഇതാരെ പോലെ തോന്നുന്നു എന്നെ പോലെ കണ്ടിട്ട്. എനിക്കൊക്കെ സിത്തുവിന്റെ കല്ലൂനെ പോലെ. കല്ലൂനെ പോലെ സിത്തുവിന്റെ മാതിരി കല്ലൂന്റെ പോലെ. ഒരിക്കലും മുന്നേ വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടും അങ്ങോട്ടൊക്കെ കയറി പോവുകയോ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്താൽ അത് ഫുള്ള് അങ്ങോട്ട് ഫ്ലോപ്പ് ആവട്ടോ. ഈ ഭാഗം ജസ്റ്റ് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാണ്ട് ഞാനും കൂടെ കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ മുടി ഒരു വട്ടറ്റ് നമ്മൾ പാർലറിൽ പോയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ വെട്ടല് കേട്ടോ. ഒന്നെനിക്ക് കൊറേ മുടിയുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാമ ബാക്ക് ഒന്ന് ലെവലാക്കണ്ട കേട്ടോ. ആ കുറച്ച് കഷ്ണം മുറിക്കുള്ളൂ. ഒട്ടോ മടിക്കൂലടോ. നിനക്ക് തിരിയല്ലേ കഴിയുമ്പോൾ ഞാൻ പറയാനോട് കേട്ടോ. അതൊക്കെ നമ്മളെ മുടി വെട്ടിയാൽ എന്തോ ഏതാ നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചെറുപ്പത്തിലൊന്നും നമ്മളമ്മമാരെ നമ്മളെ മുടി വെട്ടിയാൽ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ മുടിമ തൊടാനേ പാടില്ല. ഓരോ ഇഷ്ടമാണ്, ഹെയർ സ്റ്റൈൽ വരെ ഓരോ ഇഷ്ടം. ബാക്ക് ലെവലാക്കിട്ടോ. ഇനി നമുക്കൊന്ന് പോയി കുളിച്ചാലോ? അപ്പം എൻ്റെ സോയിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അല്ലേ സോയിടാ? ഓ സോഹി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മുടി വെട്ടിയില്ലേ. ഇത് ഇഷ്ടമായില്ലേ? ഇതിപ്പോൾ ഫുള്ളും മുടിയുമ്പോൾ തന്നെയാണ് കേട്ടോ. കുളി കഴിഞ്ഞ് എൻ്റെ മുന്നോളം കുളി കഴിഞ്ഞില്ല, അപ്പോൾ തന്നെ ഓള് ഫുള്ളും മുടിയുമ്പോൾ തന്നെയാണ്. പിന്നെ എന്താ ഇനി നെക്സ്റ്റ് പരിപാടി നമുക്കൊന്നൊരു ഡിഷ് ഉണ്ടാക്കാനുണ്ട്. അപ്പം അതുണ്ടാക്കണം. പിന്നെ റൂമൊന്ന് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. റൂം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അത് കറങ്ങൂല്ലേ സഹി. പിന്നെ അതല്ല തിരുമ്പിയത് ചിക്കാനുണ്ട്. ഓക്കെ പള്ള വയ്ക്കണ്ട. ജോഹി ഇന്ന് 4 കാടാമുട്ടൊന്ന് നടക്കാല്ലേ. ഞങ്ങൾക്ക് കുറച്ച് പുട്ട് തിന്നാണ്ട് അതരട്ടോ മാമ. പിന്നെ ചോറായില്ല, ചോറിന് കറി അമ്മപ്പം ഉണ്ടാക്കാൻ പോവുള്ളൂ. കറി വേണ്ട, പത്തിരില്ല. എന്നിട്ട് പുട്ടാട്ടോ, പുട്ടേക്കട്ടോ. പോയി ചൂലെടുത്ത് വാട്ടോ. മമ്മ വാല വെക്കട്ടെ. അപ്പൊ അവിടെ പൂമ്പാറ്റുണ്ട്. പൂമ്പാറ്റൊന്നുമില്ല, ഞാൻ പോയിട്ട് എടുത്തുണ്ടെന്നോ ചൂല്. നമുക്ക് ഇനി റൂം ക്ലീൻ ചെയ്യാട്ടോ. ജോയ് ഈ സ്റ്റൂൾ എടുത്തിട്ട് ഹാളിൽ കൊണ്ടേ വെക്ക്. ഇതൊക്കെ എനിക്ക് തിരുമ്പാണ്ട്. കണ്ടോ തിരുമ്പാണ് എനിക്ക്.
ഇതൊരു ഫുഡിൻ്റെ വീഡിയോ എടുക്കാണ്ട് കേട്ടോ. ഞാൻ ആലോചിച്ചത് ഗുളി ഓടിക്കാണ്ട് ഗൈസ്. ചെവിവേദന, തലവേദന ഒക്കെ ഉണ്ട്. അതിൻ്റെ ഗുളികയാണ്. ഇടയ്ക്കിട്ട് പുട്ട് തിന്നണ്ടേ? എനിക്കല്ലേ വിശക്കുണ്ട് പറഞ്ഞേ. എന്തേ? അതെന്താ? എന്നാ കുറച്ച് പുട്ട് തിന്നണം കേട്ടോ. കുറച്ച് തീരുമാനമുണ്ടായിരുന്നു. അമ്മ ചോറല്ല നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. അപ്പൊ തൽക്കാലം പുട്ടുന്നണം കേട്ടോ. ഉച്ചക്കല്ലേ സൂഹി ചിക്കൻ? കുറച്ച് ചിക്കിടാനുണ്ട് കേട്ടോ ഗൈസ്. കുറച്ചും കൂടി പൊന്തിക്ക് ക്യാമറ. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ജൂഹിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പല ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോട്ടോ. ചിക്കനും കാശ്മീരി ചില്ലിയാണ് കേട്ടത്. ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി, ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഒരു റെസിപ്പി കേട്ടോ. എനിക്ക് എന്തായാലും ഇത് എളുപ്പമായി തോന്നി, അപ്പോൾ അതുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ സൂഹി പണി എനിക്ക്? നമ്മള് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഗൈസ്. ഞാൻ കുറച്ചേരം കിടക്കാണ്, നിസ്കരിക്കാനൊക്കെ ഉണ്ട്. എന്ത്? എന്തിന്? ഞാനപ്പ ചീത്ത പറഞ്ഞെ? അമ്മക്ക് അയമുള്ള ഇഷ്ടമുള്ള അയമുള്ള നല്ല കുട്ടിയാണ്. എന്റെ കുട്ടീനെ ഇഷ്ടം. എന്റെ കുട്ടി കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ ലോകത്ത് വേറെ ആരും. എന്റെ കുട്ടീനെ ഇഷ്ടമാ. എന്റെ ഉള്ള കുട്ടിയാണ്, എന്റെ ചെറിയ കുട്ടിയാണത്. മമ്മക്ക് വേറെ പള്ളിയില് കുട്ടി വന്ന മമ്മ പ്രസവിച്ച് വന്ന മമ്മന്റെ പള്ളകാനൊക്കെ മാറിയിട്ട് മമ്മ ഇങ്ങനെ കൊഞ്ചിച്ചിട്ട് ഇങ്ങനെ സഹിക്കുന്ന ചെറിയ കുട്ടി വന്നിട്ട് കുട്ടി കുറച്ച് നാളെ വരും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു കുട്ടി സൂയാണ് കേട്ടോ. കുട്ടിയൊന്നും ഇല്ല, അതിന്റെ കുട്ടിയാണ്. അപ്പൊ ഇത് ഇന്നൊക്കെ മാറിയിട്ട് അയമുള നല്ലോണം നോക്കൂലേ? ഇല്ലേ. അപ്പൊ അയമുള നോക്കുമ്പോ അയമുള മേമന്റെ അപ്പാപ്പന്റെ കുട്ടിയല്ലേ, ഓര് നോക്കൂ. അപ്പൊ സൂഹി മമ്മന്റെ പപ്പന്റെ കുട്ടിയല്ലേ, അപ്പൊ മമ്മ നോക്കൂ, പപ്പ നോക്കൂ. അപ്പൊ ഓള് താഴത്തേക്ക് വീണപ്പോള് സാരില്ല പറഞ്ഞില്ലോളോട്. അപ്പൊ ഞാന് അങ്ങനെ തെറ്റിപ്പോയില്ല, എനിക്ക് ഒന്നും വേണ്ട പറഞ്ഞിട്ട്. സാരില്ല, സോറി. ഞാൻ അറിയാതെ ഓളോട് ഒരു മിഠായിന്റെ കഥ പറഞ്ഞു. എനിക്ക് മാമനെ ആ മിഠായി കിട്ടോളനിപ്പോ
അതില്ലാതെ ഒളിഞ്ഞ്. എനിക്ക് മാമനെ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, മമ്മനെ ഇഷ്ടമാണ് എനിക്കറിയാം. എനിക്ക് അതായത് ഞാൻ എന്താ പറഞ്ഞ ചോറും വേണ്ടി തരാന്നല്ലേ എന്നെ സുഹിയെ. ചോറ് എന്നിട്ട് തരാം. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മുൾക്ക് പോകുമ്പോ തരട്ടോ. ഉറങ്ങാൻ വേണ്ടി ഞാൻ എന്തായാലും ഉറങ്ങണം. ഇപ്പം നമ്മളെ ഇൻസ്റ്റയിൽ കണ്ട ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മേയ വേണോ മൈക്ക് വേണോ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇവിടെ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. എന്നാ ചോറെന്നാ ഞാൻ തരാം. ബിസ്മില്ല. അപ്പം ഞങ്ങൾ ഇനി കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി പോട്ടെ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സൂഹിത കട്ടമ്മ കയറി കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ സമയം നമ്മളോളെ ഉറങ്ങാൻ വിളിച്ചവള് വരുന്നല്ലേ, ഭയങ്കര മടിയാണ് ഉറങ്ങാൻ വിളിച്ചാൽ. അപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണേ.